ഇത് കിടക്ക് സൂപ്പറായിട്ട് കളിക്കണം. തെറ്റിക്കരുത്. പോ, ബാക്കിൽ പ്രാക്ടീസ്. പോ. എല്ലാരും പോ. എടാ എന്റെ സുഖം ഒന്ന് ചാടി നിക്കടാ. എല്ലാം ഞാൻ നോക്കുന്നുണ്ടല്ലേ, നീ നോക്കോ. ആ കലവറയിലെ കാര്യം. ഹലോ, കലവറയിലെ കാര്യം. ഹലോ, എടാ എവിടെത്തിയടാ? എടാ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. കൃത്യം 12 മണിക്ക് തന്നെ കേക്ക് മുറിക്കും. എത്തിയേ പറ്റുള്ളൂ. ഒന്നും പറയണ്ട, എത്തിയേ പറ്റുള്ളൂ. പൊന്നും കൂടത്തിന് എന്തിനടി പൊട്ട്? സാരി കൊടുക്കണം. മതി കുഞ്ഞന്റെ കുഞ്ഞു ഉറങ്ങുന്നു. ഇതിന് 24 മണിക്കൂർ ഉറക്കം മാത്രമേ ഉള്ളൂ. അതെ, കേക്കിന്റെ പിന്നെ വേറെ കാര്യമുണ്ട്. കുഞ്ഞിന് ഇടാനുള്ള മാല, ബ്രേസ്ലെറ്റ്, അരിഞ്ഞാണ എല്ലാം കൂടെ ഞാൻ അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ആളൊക്കെ വരുമ്പോ ഇട്ടാ മതിയല്ലേ. പിന്നെ പാചകത്തിന്റെ കാര്യമെല്ലാം ഞാൻ സുഖുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, അതൊരു ഭാഗ്യമായി പോയി. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് നടന്നു പോകുന്നു. എടി, അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ. ഈ വീട്ടിലെ എല്ലാ കാര്യം അവൻ തന്നെ നോക്കിക്കോളും. പാചകവും കേക്കും എല്ലാവരും റെഡിയാക്കും. മരണങ്ങളെ വെള്ളം കൊടുക്കാം ആദ്യമേ. ചാടി നിക്കുന്നുണ്ടാ. ഇതാണ് എന്റെ കൂട്ടുകാരൻ. എടാ പിന്നെ പാചകത്തിന്റെ കാര്യം ഓക്കെ. കേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കേക്ക് ഒന്നിന് പകരം 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം എന്തിനാ? ഒന്ന് കട്ട് ചെയ്യണേ, ഒന്ന് മുഖത്ത് വരത്തേക്കാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ബാക്കി കാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ആൾക്കാരെ ആരും വിട്ടുപോയിട്ടില്ലല്ലോ. എല്ലാരും വിളിച്ചല്ലോ. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്, എന്റെ വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാരും കൃത്യസമയത്ത് തന്നെ എത്തും. ചതിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യ, നിങ്ങളുടെ അമ്മാവൻ ആ മോഹനെ വിളിക്കരുതെന്ന്. അങ്ങേരെ ആരെയും വിളിക്കും. എനിക്കറിയാലോ മാമന്റെ സ്വഭാവം. പിന്നെ മാമന്റെ നാക്ക് ശരിയാണ്. എവിടെ ഫംഗ്ഷന് ചേർന്നാലും മാമൻ അത് അലമ്പാക്കിയിട്ട് തിരിച്ചു വരും. അപ്പൊ വിളിച്ചില്ല. പിന്നെ മാമനൊരു ഗുണമുണ്ട്. വിളിക്കാത്ത ഓരോരുത്തും വലിഞ്ഞേറി പോണ സ്വഭാവം എന്റെ മാമനില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. വരാതിരുന്നാ മതിയായിരുന്നു. മനോജേ, മനോജേ, എടാ നിന്റെ കൊച്ചിന്റെ പിറന്നാളായിട്ട് നീ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? അല്ല, നീ വിളിക്കുന്ന പോട്. നിന്നെ ഞാൻ അടിക്കും. കുഞ്ഞുനാള് മുതൽ ഞാൻ എടുത്തോണ്ട് വളർന്നതാണ് നിന്നെ. 2 വരി എനിക്ക് അന്യമല്ല. പിന്നെ എന്തുകൊണ്ട് കുഞ്ഞിന്റെ പിറന്നാളിന് എന്നെ വിളിച്ചില്ല? അത് മാമ അതല്ലേ, നിങ്ങൾ വേറെന്തോ ചുറ്റിക്കളിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്നെ മാത്രം വിളിക്കാതിരിക്കേണ്ട കാര്യം തോടെ. കുഞ്ഞമ്മയുടെ വീട്ടിൽ കല്യാണത്തിന് വന്നിട്ട് ആ കല്യാണം കൊളാക്കിയത് നിങ്ങൾ മറന്നുപോയോ? ഞാൻ നിങ്ങളുടെ നാക്കിന്റെ കുഴപ്പം ഉള്ള പറയാലോ മാമ. നിങ്ങൾ ഒരു മനുഷ്യന് കണ്ണിന് നേരെ കണ്ടുകൂടാ. എന്ത് കാര്യം? നിങ്ങളുടെ നാക്ക് തന്നെ പ്രശ്നം. എടാ ഞാൻ എന്ത് പറഞ്ഞു? അതുപോലെ നീ ആ കുഞ്ഞുമേരെ മോളെ കേസ് എന്താണ് പറഞ്ഞത്? പെണ്ണിനെ ഇട്ടിട്ട് പോയില്ലേ? അത് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ആ പെണ്ണിന്റെ മാമൻ വന്ന് ചോദിച്ചു, മാമനോ? ഞാൻ പറഞ്ഞു അതെ, മോഹനോ മാമനാണ്. പിന്നെ പെൺകുട്ടി അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു നല്ല സ്നേഹസമ്പന്നയായ പെൺകുട്ടി. അതിനാരെങ്കിലും ഇട്ടിട്ട് പോകുമോ? നമ്മൾ പറയാൻ ബാധിച്ചു വിശാലമായിട്ട് പറയണ്ടേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ വന്നല്ല, ഇപ്പൊ വരേണ്ടതല്ലായിരുന്നു. നിങ്ങളൊരു 2 ആഴ്ച മുമ്പ് വരേണ്ടതായിരുന്നു. നമുക്ക് ആ കോവളം ബീച്ച്, ശംഖുവം ബീച്ച്, അപ്പുറത്തെ പാറക്കലൊക്കെ പോയി കഴിഞ്ഞാൽ അവളെ സ്നേഹസമ്പന്നത കാണാം. ഒരിടത്ത് വരും, സ്നേഹം വിളമ്പും പോകും. അത്രയാണ് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഈ സ്നേഹസമ്പന്ന എന്ന് പറഞ്ഞ എന്തിനെന്ന്? ഇവിടെ സ്നേഹസമ്പന്ന എന്ന് പറഞ്ഞപ്പോ ഓരോരുത്തർ അവളെ സ്നേഹം കാണിക്കുന്നില്ലേ പറഞ്ഞുള്ളൂ. ഞാൻ മനുഷ്യ പറയുന്നത്. അതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ? നാക്കാണ് നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ മാമ. ഇതാണ് ഈ നാക്കാണ്. മനോജേടെ, നീ അങ്ങനെ പറയരുത്. കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യൂ? ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് പോകുന്നു, കുഞ്ഞിന് പിറന്നാളായി. ഇതുവരെ നീ സന്ധ്യയും തമ്മിലുള്ള പ്രേമ കഥ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയില്ല. പറയുമ്പോ നമ്മൾ സ്മിതയായിട്ടുള്ള പ്രേമത്തിന്റെ കേസം പറയണ്ടേ? കൊച്ചെ, അതൊന്നും വിഷയമല്ല. അപ്പൊ ആൻസിയായിട്ടുള്ള പ്രേമം പറഞ്ഞിട്ടുള്ള അവസ്ഥ എന്തോന്ന് മാമ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഇവിടെ വന്ന് പറയുന്നേ. ഇടാ ഞാനിപ്പോ ആൻസിരെയും മറ്റുള്ള കാര്യങ്ങളെ പറഞ്ഞോളൂ. അപ്പൊ നീ വേലക്കാരി ജാനുവിന്റെ മോളെ പുറകെ പോയ സമയത്ത് തെങ്ങില് കെട്ടിവെച്ച് അടിയെന്ന കേസ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ എന്തിനാ ഫെവിക്കോളാണ് ഉണ്ടാക്കിയത്? ആരുടെ ഉണ്ടാക്കിയത്? അറിഞ്ഞൂടെ അട്ടപ്പൂക്കൾ ഇട്ടേക്കോ ബലൂണും ഉണ്ട്. എല്ലാരും എത്തി പാചകം ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. നന്നായി. നീ പക്ഷെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെ ഒന്ന് എല്ലാം മനോഹരമാക്കി തന്നേനെ. വേണ്ട, ഇത് തന്നെ തൃപ്തിയായേ. എനിക്ക് തികഞ്ഞ്. എന്താ ഇത്? എന്റെ മകന് ഹാപ്പി ബർത്ത്ഡേ. അതെ, ഇവിടെ വെക്കേണ്ട കാര്യം എന്താണ്? അല്ല, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അറിയില്ലടാ. എന്റെ മകൻ, നിന്റെ മകന്റെ പിറന്നാളാണെന്ന് ഉള്ള എല്ലാവർക്കും അറിയാം. അവിടെ കിടക്കുന്ന ഞാൻ വരെ അറിഞ്ഞിട്ട് വന്നില്ലേ? ഇവിടെ കുറെ പേര് നിൽക്കുന്നു, അവർക്കും അറിയാലോ നിന്റെ മോന്റെ പിറന്നാളാണെന്ന്. പിന്നെ ഇത് ഇവിടെ വെക്കേണ്ട കാര്യം? അപ്പൊ ഇത് ആര് വെച്ചത്? എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. എടാ, അനാവശ്യമായിട്ട് കൂട്ടുകാരൊന്നും കൊണ്ടു നടക്കാൻ പാടില്ല. ഇതിലൊക്കെയാണ് കാരണവന്മാരെ നമ്മളിരിക്കുന്നത്. കാശ് അനാവശ്യമായിട്ട് പോയില്ലേ എന്റെ മോനെന്ന് പറഞ്ഞ് അത് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എടാ, നിന്റെ മകന്റെ പിറന്നാളെന്ന് എല്ലാവർക്കും അറിയാം. എടുത്ത് കാണാത്. ശരി തന്നെ മാമ, റൈറ്റ് ആണ്. അപ്പൊ എന്റെ മകൻ വേണ്ട, ഇവിടെ എല്ലാവർക്കും അറിയല്ലേ. പിന്നെ അത് ചെയ്യേണ്ട കാര്യം എന്തിനാണ്? പോട്ടെ, എന്റെ മകൻ പോയി. എന്താണ് ഹാപ്പി ബർത്ത്ഡേ? നിന്റെ കുഞ്ഞ് ജനിച്ചതില് നിനക്ക് വിഷമമുണ്ടോ?
ഇല്ല. സന്തോഷമല്ലേ? ആ സന്തോഷം. പിന്നെ ഇതിന്റെ ആവശ്യം തോന്നും? ഇതിന്റെ ആവശ്യം എന്താ? എടാ ഇതാണ് കാരണന്മാരത്തെ ചോദിച്ചിട്ട് ചെയ്യണമെന്ന് Sorry, പറഞ്ഞു. അമ്മ. ഇന്നലെ ഞാൻ വന്നിരുന്നെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യില്ലായിരുന്നു. അപ്പൊ ഹാപ്പി വേണ്ട. എഴുതി കളയത് ആണല്ലേ അനാവശ്യ ചെലവ്. ഹാപ്പി വേണ്ട, എടുത്ത് കളെ. ഹാപ്പി ഹാപ്പി പോട്ടെ. ഇതൊക്കെ നമ്മള് നേരത്തെ പറഞ്ഞു. മാമ നേരത്തെ വരണ്ടായിരുന്നു മാമ. ഹാപ്പി കളഞ്ഞ്. എന്തോടാ ഇത്? ബർത്ത്ഡേ ഇന്ന് ഇവിടെ കല്യാണമാണോ, അടിയന്തരമാണോ? അല്ല. പിന്നെ ഈ സാധനത്തിന്റെ ആവശ്യം എന്താണ് ഇവിടെ? അപ്പൊ ബർത്ത്ഡേ വേണ്ട, എടുത്ത് കളയാതി. അനാവശ്യ ചെലവ്. എഴുതി കളയാതി. പോട്ടെ. മാമ നേരത്തെ എടാ, ഇതാണ് നമ്മളെ കാരണവന്മാരൊക്കെ വിളിച്ച് കാര്യങ്ങൾ നോക്കണമെന്ന് പറയാൻ. അതാണ് ഇത് കളഞ്ഞ മാമ എല്ലാം നേരെ തൂത്ത് പറകി കളഞ്ഞിട്ടുണ്ട് എന്റെ മോന്റെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. ആരെങ്കിലും വരണമെങ്കിൽ വെള്ളം മാത്രം കൊടുത്താൽ പറ്റില്ല, അതെ, അതെ, ലഡു കൂടെ അതെ. കൊടുക്കണേ. ഇതാണ് ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ ആത്മാർത്ഥ സുഹൃത്ത് സുഗു. ഡേയ്, ഇവിടുത്തെ ഹാപ്പി ബർത്ത്ഡേ പോയി. അനാവശ്യ ചെലവ്, അനാവശ്യ ചെലവ് എടുത്തു കളഞ്ഞു. എടാ എടാ കൊച്ചിന്റെ 1-ാം പിറന്നാളത്ത് ഹാപ്പി ബർത്ത്ഡേ ചെയ്ത് വെക്കണ്ട ആളല്ലോ അത്. എടാ ഞാനല്ല സെറ്റ് ചെയ്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ വേണം. എല്ലാ ജന്മദിനത്തിനും എല്ലാരും ചെയ്യുന്നതാണത്. അതൊരു ഫാഷനാ അല്ലേ മാമ? 1000 തവണ ഞാൻ അവന്റെ പറഞ്ഞു, അതെടുത്ത് കളയല്ലേ. എടാ നിന്റെ കുഞ്ഞിന്റെ പിറന്നാളാണ് അവിടെ, അതൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ പിന്നെ വരുന്നവർക്ക് അതല്ലടാ ഒരു സന്തോഷം. ഇതൊക്കെയാണ് മാമ നിങ്ങളുടെ നാക്കാരണല്ലേ മാമ ഞാൻ അതെടുത്ത് കളഞ്ഞത്. ഇനി പ്രായം എന്റെ പുറത്ത് കയറാ നീ കേട്ടാ, എന്റെ പുറത്ത് കയർ. സുഖം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പാചകമൊക്കെ അവർ റെഡിയാക്കിക്കോളൂന്ന്. ഇവനാ പാചകം. ഇവനല്ല ഓളിനോൾ. എന്തൊക്കെ ഉണ്ടോ കഴിക്കാൻ? ഉഗ്രനൊരു സദ്യ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കയറി ഉണ്ടോ? തണുത്ത വെള്ളം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നാക്കുള്ളിക്കൂലടാ. ഉരുളക്കിഴങ്ങ് കറി ഉണ്ടോ? സദ്യക്ക് ആരുടെ ഉരുളക്കിഴങ്ങ് കറി വെക്കോ? നല്ല ബീഫും മട്ടനും വെച്ചിട്ടുണ്ട്. ഇടാ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ആരോഗ്യ സമ്പന്നമായ ആഹാരം കൊടുക്കണ്ടേ? ഉരുളക്കിഴങ്ങ് കറി വേണം. ഉരുളക്കിഴങ്ങ് അറിയില്ല എവിടെ ആരോഗ്യ സമ്പന്നമായ കാര്യം. ഉരുളക്കിഴങ്ങിനകത്തല്ലേ ഏറ്റവും കൂടുതൽ അന്യജം പ്രോട്ടീൻസ് ഒക്കെ ഉള്ളത്. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കാഴ്ചശക്തി ഉണ്ടാക്കുന്ന സാധനമല്ലേ? നിങ്ങൾ പോയി മാമ ഉരുളക്കിഴങ്ങ് എന്ന കാഴ്ചശക്തി കൂടുന്ന. എടാ ഉരുളക്കിഴങ്ങ് കാഴ്ചശക്തി ഉണ്ടാവും ഇല്ല. ഈ ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആരാണ്? അത് ബംഗാളികൾ. ഏതെങ്കിലും ഒരു ബംഗാളി കണ്ണടയും വെച്ച് പണിക്ക് പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി തരുന്ന സാധനമാണ് ഉരുളക്കിഴങ്ങ്. മാമ റൈറ്റ്. ഞാൻ കണ്ടിട്ടില്ല. ഒരു 10 കിലോ ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയി ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് എവിടെ ഇരുന്നു? അല്ല മാമ ഇനിയപ്പോ അതിനുള്ള സമയമില്ല. ഞാനേ ഇത് വെച്ചിട്ടൊരു സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ മക്കളെ, അങ്ങനെയാണെങ്കിലേ എനിക്ക് സ്റ്റൂള് പോലെ ഒരു മേശയും കൂടെ വേണം, കൊച്ചിന് പഠിക്കാൻ കൊടുക്കാം. മാമ പടവലം വെച്ചിട്ട് സ്റ്റൂ ഒരു പുതിയ കറിയാണ്. ഉഗ്ര കറിയാണ്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് സെറ്റപ്പ് ആയിട്ട് കാര്യങ്ങൾ നോക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ പിള്ളേരൊക്കെ കിടന്ന് എന്തിനായിരുന്നു ഈ മോളെ, വെള്ളം ദേ ഇതൊന്ന് കുടിക്കടി. എനിക്ക് വേണ്ട. ശ്ശോ, ഈ കൊച്ചു എത്ര നേരമായിട്ട് ആ പിള്ളേരുടെ കൂടെ കിടന്ന് ഡാൻസ് തുള്ളണത്. ഒന്ന് കുടിക്കടി. എനിക്ക് വേണ്ട. നേരെ വിളിച്ചിട്ട് ഒരു വക കഴിച്ചില്ല. ഇങ്ങോട്ട് വാ. വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. ഒരു വയസ്സായപ്പോ തന്നെ ഇത്ര അങ്ങ് വളർന്നല്ലേ ഇവരൊക്കെ? അയ്യോ അതല്ല ബർത്ത്ഡേ കൊച്ച്, ഇത് ഇവളുടെ ചേച്ചിയുടെ കൊച്ച്. ആ മറ്റേ കൊച്ചാ. ആ അതെ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അതെ ഭയങ്കര വികൃതിയ, ഒരു വക കഴിക്കൂലല്ലേ. മനോട്ടാ ഒന്ന് പറഞ്ഞ മനോട്ടാ. എന്ത് പറയാ, അവളടുത്ത് എന്ത് പറഞ്ഞാലും അവള് പേടിപ്പിക്ക്. കൊച്ചിനൊന്നും പേടിപ്പിക്കരുത്. അവളെ കൊണ്ടുപോയിട്ട് അവള് മധുരമുള്ളതല്ലേ, അവിടെ ഇരുന്ന് കഴിച്ചോളാം. കൊച്ചിനെ ഒന്ന് പേടിപ്പിക്കും. എനിക്ക് വേണ്ട. രാവിലെ തൊട്ട് ഒരു വക കഴിച്ചല്ല. കൊച്ചെ സന്തോഷം, പിന്നെ കുറെ കഴിയുമ്പോ ചിക്കനും മട്ടനും കൊച്ചിനെ തിന്നാമല്ലോ ഇവിടെ. അത് കഴിക്കത്തില്ല മാമ. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചു കഴിഞ്ഞാൽ കൊച്ചെന്തെങ്കിലും ഒന്ന് കഴിക്കും. മക്കള് പോയി കഴിക്കും. എനിക്ക് വേണ്ട. കഴിക്കാനല്ല പറഞ്ഞ ഒന്ന് വരട്ടെ. എനിക്ക് വേണ്ട. മാമ തല്ലു കുടിച്ചോ. മാമ തല്ലു കുടിച്ചോ. കുടിച്ചോ. എനിക്ക് വേണ്ട. മാമ വഴക്കുറേ. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. വേഗം കുടിച്ചോ. എനിക്ക് വേണ്ട. അതായിട്ടൊന്ന് പേടിപ്പിക്കാനല്ലേ പറഞ്ഞത്. ഇതൊരുമാതിരി സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ കണ്ടുപോലെ വലിച്ചു കീറി അതിനെ. നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ ഞാനത് ചെയ്തത്. നിങ്ങൾ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. എന്നെ കാണാൻ വേണ്ടി 2 VIP അകത്ത് വന്നിരിപ്പുണ്ട്. മല്ലിപ്പൂ സീരിയലില്ലേ 1500 എപ്പിസോഡ്, അതിലെ സീരിയൽ നടിയും ഡയറക്ടറും വന്നിരിപ്പുണ്ട്. ഞാനല്ലേ പ്രൊഡക്ഷനിൽ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ നാക്കും കൊണ്ട് അടങ്ങിക്കോ. ഉറപ്പാണല്ലോ? ഉറപ്പ്. സിന്ധു മാഡം പ്ലീസ് കം. സീരിയലിൽ കാണുന്ന ആദ്യ കാണാനിരിക്കണേ കേട്ടോ. എന്തൊരു ചന്തം, നല്ല സുന്ദരിയായിരിക്കും കേട്ടോ. ഉഗ്ര സീരിയലേട്ടാ. ഇത് ഡയറക്ടർ 1500 എപ്പിസോഡ്. എല്ലാം പുള്ളിയുടെ കഴിവാണ്. മല്ലിപ്പൂവിന്റെ
1500 എപ്പിസോഡ്. ഈ കാഞ്ഞ ബുദ്ധിയാണ്. സത്യം കാഞ്ഞ ബുദ്ധി. ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ സീരിയൽ കണ്ടു കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് കയറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കൾ എന്നെ മൈൻഡ് ചെയ്യില്ല. ഞാൻ അതുകൊണ്ട് മാറി നിന്നിട്ട് കയറിപ്പോഴും. പെണ്ണുങ്ങൾ അങ്ങ് അത് എങ്ങനെയെന്തോ സെറ്റ് ചെയ്തെടുത്തു. അതാണ് എന്റെ കഥാപാത്രങ്ങളുടെ ശക്തി. ഇനിയും പോവും 1500 കൂടെ. പെണ്ണുങ്ങളെ വലിപ്പിച്ച് കുറെ ഉണ്ടാക്കിയല്ലാണ് സത്യം പറഞ്ഞ 3 വർഷമായി. ആ 7:30 മണിക്ക് ഞാൻ വീട്ടിൽ ചെന്ന് കയറിയിട്ട് 8:30 മണിക്ക് മുമ്പ് പോവെങ്കിൽ അവൾ എന്നെ വെട്ടും. ഇവന്റെ ഈ മുടിഞ്ഞ സീരിയൽ കാണാൻ അറിയാം. എന്റെ മാമ എങ്ങനെയൊന്നും പറയാതെ നാക്ക് കൊണ്ട് നടങ്ങിയില്ല. മിസ്റ്റർ, ഇദ്ദേഹത്തെ അങ്ങനൊന്നും പറയാൻ പാടില്ല. ഇദ്ദേഹം ആരാണെന്നറിയാമോ? എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആളാ. ഹലോ, എപ്പോഴാണ് കല്യാണം? ഞങ്ങളുടെ ഈ സീരിയൽ എന്ന് തീരുന്നോ അന്ന് കഴിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ജന്മം കല്യാണമില്ല. അത് കല്യാണം കഴിക്കാൻ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ചോദിക്കുന്നു, ഇത് മതിയാ കഷന്റെ തലയൊക്കെയല്ലേ നല്ലൊരു. നിങ്ങളെ സിനിമ ഫീൽഡ് ആരെങ്കിലും നോക്കിയാൽ നിങ്ങൾ കെട്ടിക്കൂടായിരുന്നോ? നിങ്ങൾ എന്തോന്ന് കണ്ടിട്ട് ഇവന്റെ പുറകെ പോയത്? പുഷ്ക, ഇവിടെ വരൂ. പുഷ്ക, അവിടെ പോകൂ. പുഷ്ക, പുറത്തു പോയി കാറി പോയിരുന്നപ്പോ ഇതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പൊ നിനക്ക് ആവശ്യം ഭർത്താവല്ല, ഒരു ഡോബർമേനെയാണ് ആവശ്യം. അല്ല മാഡം, ഞാൻ ഇന്നലെ തൊട്ട് ഫോണിൽ കുറെ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അയ്യോ, എന്റെ ഫോൺ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. എന്താ പറ്റി? ഇന്നലെ രാത്രി 12 മണി ആയപ്പോഴേ ഞാനൊന്ന് ഫേസ് ലോക്ക് ഇട്ടു. ഇട്ടപ്പോഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാ ഫേസ് ലോക്ക് ഇത് ഓപ്പൺ ആവുന്നില്ല. അയ്യോ, ലോക്ക് ആയി പോയല്ലോ. ലോക്ക് ആയി പോയി. ഫേസ് ലോക്ക് ഇട്ട് അതായത് ഈ ഫോട്ടോ എടുത്തിട്ട് അത് ലോക്ക് ആക്കി ഇടും. ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ ഈ ലോക്ക് ഓപ്പൺ ആവുള്ളൂ. ഫോണിന്റെ എന്തെല്ലാം പരിപാടികൾ ഞാൻ കൊണ്ടു നടക്കുന്നത്. ജാമ്പാവിന്റെ കാലത്തുള്ള ഫോണിനകത്ത് ബാറ്ററി അടിയിൽ പേപ്പർ കുത്തിക്കറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തുറക്കാൻ പറ്റുന്നില്ല. സംഭവം എങ്ങനെയാണ് ഇതിന്റെ ഇനി മനസ്സിലായില്ല. കാരണം നിങ്ങളുടെ ഫേസ് കാണിച്ചാൽ തുറക്കേണ്ടതാണല്ലോ. തുറക്കേണ്ടതാണ്, ഇങ്ങനെ കാണിച്ചാൽ മതി എടുത്ത്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇത് സംഭവം? എപ്പോഴായിരുന്നു ഇത്? ഇന്നലെ രാത്രി 12 മണിക്കായി ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെ റൂമിൽ ചെന്ന് ഒന്ന് കുളിച്ച് വൃത്തിയായി കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിതൊന്ന് ഫേസിലൊക്കെ ഇട്ടത്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിന് ഫേസിൽ ഇത് ഓപ്പൺ ആവുന്നില്ല. സംഭവം എന്തെന്നറിയാം. ഇപ്പോഴാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. സംഭവം സീരിയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുളിച്ചിട്ട് ഉറങ്ങാൻ നേരത്താണ് ഇട്ടത്. ഒരു 2 മിനിറ്റ് എന്നോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ മാമല്ലേ ശരിയാക്കും. പല കാര്യങ്ങളും നമ്മൾ പ്രായമുള്ള മനുഷ്യർക്ക് മാത്രം പറ്റുന്നതാണ്. കൂട്ടുകാരൊന്ന് പിടി. ഇപ്പൊ നമ്മൾ ശരിയാക്കി തരാം. അല്പം നമ്മൾ വെള്ളം എടുത്ത് കണ്ണടച്ചോളൂ. ഒരു അല്പം വെള്ളം നമ്മുടെ കൈകളിലേക്ക് ധാര ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു ചെറിയ ഒരു സെറ്റപ്പാണ്. ആണല്ലേ? ഒരു സെക്കൻഡ്. നമ്മളെത്ര കണ്ടിരിക്കുന്നു. മേഡത്തിന്റെ കൈ മൊബൈലോട് ഇനി ഓപ്പൺ ആവും നോക്കൂ. മൊബൈൽ ഓപ്പൺ ആയി. അയ്യോ പുഷ്കോ, എന്റെ ഭഗവാനെ, ഇത്രയും മേക്കപ്പിന്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ 3 പ്രാവശ്യം പെയിന്റ് അടിക്കായിരുന്നു. മാമ സമയമായി. ആളെയൊക്കെ വിളിച്ച് കേക്ക് മുറിച്ചാലോ? കേക്ക് മുറിയാ വിളിക്കാം. കുഞ്ഞിനേട് എന്റെ ഭഗവാനെ, എനിക്ക് ഷുഗറൊക്കെ ഉള്ളതാണ്. എന്നാലും കുഴപ്പമില്ല വെച്ച് തിന്നോട്. അത് കിടന്ന് പുറത്തു പോയി. ഇതെല്ലാം കാരണം ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. ഇതൊക്കെ ആരടാ? ഇതൊക്കെ ഡാൻസേഴ്സ് പയ്യന്മാര് നമ്മൾ സെറ്റ് ചെയ്തത്. ഞാൻ സെറ്റ് ചെയ്ത പരിപാടി ഡാൻസ് ആയിരുന്നാ? ഡാൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയതായിരിക്കും. അകത്തേക്ക് എടാ, ആഹാരത്തിന്റെ കാര്യമൊക്കെ സുഖമായി. ആഹാരത്തിന്റെ കാര്യമല്ല അവർക്ക് റെഡിയാക്കണേ. എല്ലാം റെഡിയാക്കാം. പിന്നെ മാമ വന്ന് കേക്ക് മുറിച്ച് മാമ വന്നിട്ട് എന്റെ കുഞ്ഞിന്റെ മുഖത്ത് ഇതുവരെ ഒന്ന് നോക്കിയോ? അയ്യോടെ, ഞാൻ എന്തൊരു മണ്ടനാണല്ലേ. നീ കുഞ്ഞു വാങ്ങിക്കുക. ഇതുവരെ വന്ന് കേക്ക് എന്താ പറയാ കൊച്ചിന്റെ പേര്? അപ്പു കുപ്പു. ഇതുപോലെ ലോക്കൽ പേര് ആരെങ്കിലും ഇടാ. ഇതൊക്കെ ന്യൂ ജനറേഷനിലടാ. ഇങ്ങനത്തെ കൂതറ പേരൊക്കെ ആരെങ്കിലും ഇടുവാടാ. പറഞ്ഞതാ മാമ, ഈ അപ്പും കിപ്പും ഒന്നും വേണ്ട, എന്റെ അച്ഛന്റെ പേരിടാ. നീ പറഞ്ഞ ഇങ്ങ വാ. എടി, നിന്നെ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയുന്നുണ്ട്. ഞാൻ പറയാണ്, നിനക്ക് ഇവന്റെ അവിടെ ഇറങ്ങി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നല്ല ബന്ധം നോക്കി ഞാൻ കെട്ടിച്ചേരൂലായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛന്റെ പേര് തന്നെ ഇട്ടാ മതി. നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞല്ല, കണ്ടങ്കോരൻ. ഈ കുഞ്ഞു കൊച്ചിന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ കണ്ടങ്കോരാന്നൊക്കെ വിളിക്കുന്നത്? അത് അപ്പഴേ ഞാൻ പറഞ്ഞു എന്റെ അച്ഛന്റെ പേരിടാന്ന്. അത് മതിയെ.
നിനക്ക് ഈ മുതുക്കിയെ നിനക്ക് കിട്ടിയല്ലോടാ കെട്ടാൻ വേണ്ടി. ഞാൻ അന്നേ പറഞ്ഞല്ലേ നിനക്ക് ഞാൻ വേറെ പിന്നെ നോക്കാന്ന് പറഞ്ഞല്ലേ. നീ അല്ലേ പ്രേമ മൂത്തിക്കണമെന്ന് പറഞ്ഞ നിന്റെ പിറകെ പോയത്. അത് അങ്ങനെയൊക്കെ പറയാം, കണ്ടം കോരന് അതൊന്നും വേണ്ട. നിന്റെ അച്ഛന്റെ പേര് അത് ഫിക്സ്. നിന്റെ അച്ഛന്റെ പേര് ഞാൻ മറന്നു. ഇരവി കുഴവി ഒരലും ഒക്കെ ഞാൻ തല്ലിപ്പൊടിച്ച് കളയും കേട്ടോ. നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. ഒരു കാര്യം ചെയ്യാം, കൊച്ചിന് നല്ലൊരു പേര് ഞാൻ തന്നെ പറയാം. ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതായത് അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ചേർത്തുകൊണ്ട് പുതിയൊരു പേര്. അതാണ് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ്. അങ്ങനെ നമുക്കിടാം. എന്റെ പേര് മനോജ്, ഇവളുടെ പേര് കൃഷ്ണപ്രിയ. എന്റെ ആദ്യ അക്ഷരം മാ, ഇവളുടെ ആദ്യ അക്ഷരം ക്രീ. അപ്പൊ കൊച്ചിന്റെ പേരെന്തോന്ന് മാക്രീ എന്നാ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണ് നിങ്ങൾ. അപ്പു പോരെ, ഇത് മതി. അതല്ലേ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതിന്റെ ആവശ്യം കുഞ്ഞിനെ നോക്കി കൊഞ്ചിക്കുന്നയാ. എന്താ കണ്ണ് തന്നല്ലേ, മൂക്ക് തന്നല്ലേ, ചിരി, കളറ്. ഒരു ചായ അല്ല നിന്റെ. അല്ല അല്ല എന്റെ ചായ, എന്റെ ചായ അതല്ലേ നിന്റെ കാപ്പി. ഒരു ചായ ഇല്ല ഇപ്പൊ. അല്ല കാപ്പിയല്ല, ചായ വരണ്ടേ. മാമന്റെ വര കാര്യങ്ങൾ. അവന്റെ ഒരു ചായ ഇല്ലേ? പണ്ടോട്ടെ മാമ എങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് പോയാട്ടാ എന്റെ ഒരു ചായ ഇല്ലെന്ന്. നിങ്ങളുടെ ചായ എങ്ങനെയാ വരുന്നത്? അവക്കെന്താണ് ഒരു ചാട്ടോ ഇളക്കവും? മാമൻ പറഞ്ഞാലും കാര്യമുണ്ട്, ചെറിയൊരു വക്രിച്ച ഉണ്ട്. കീറ്റല്ലേ വന്ന വഴിക്ക് ചായം കാച്ചിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഞാനിങ്ങനെ കിടന്ന് കറങ്ങണ്ടേ? ഇതിപ്പോ ബർത്ത്ഡേക്ക് വന്നിരിക്കണ ഇവരുടെ അടുത്തൊക്കെ സംശയം ചോദിക്കണം. ചായ ഉണ്ടോ? ചായ ഇല്ല. ചായ ഇല്ലയോ? ഇല്ല. അല്ല ചോദിച്ച ഞാനാണ് പട്ടി. വെളിയും വെള്ളിയാഴ്ചയുള്ള ആരത്തെങ്കിലും ചോദിക്കണമായിരുന്നു. ആരടുത്ത് ചോദിക്കാൻ ഞാൻ പറ്റിയ ആൾക്കാരുണ്ട്. തെണ്ടിക്കടാ, സ്വന്തം തന്തയെ തെണ്ടിക്ക് ഇങ്ങനെ ഇട്ട് കേട്ടാ, പേര് ദോശ ഉണ്ടാക്കിക്കാനായിട്ട്. ചായ ഉണ്ടോ? ചായ ഇതിനെ നോക്കിയാൻ എന്റെ പോലെ ഇല്ലേ കറക്റ്റ് ആയിട്ട് ഇല്ലേ? ഇതൊരു ഷേപ്പ് ഇല്ല. അയ്യോ അയ്യോ, അവിടെയും ചമ്മി. അന്നേ പറഞ്ഞ എന്നെ കെട്ടായി. ഈ പേര് ദോശ കേൾക്കണ്ടായിരുന്നല്ലോ. നമുക്ക് കെട്ടിയത് ഇങ്ങനെ വല്ല വിഷയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മലപ്പുറം മാമ്പഴം ഇരുന്നപ്പോ പുളി നെല്ലിക്ക തേടി ഞാൻ പോയി. അതാണ് പറ്റിയത്. കുഴപ്പമില്ല, ഞാൻ ഇത് എങ്ങനെയാലും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് അയ്യോ ആരോട് കിണിക്കല കൂടുതൽ കിണിക്കല ബർത്ത്ഡേ നോക്കൂല ഞാൻ. കറ കിടക്കാനല്ലടാ. അല്ലെന്നേ കൊച്ചിനെ കൊണ്ട് ഈ മാമന്റെ അല്ല ഞാൻ ഇങ്ങനെ ഇരിക്കാണ്. ഇത് എവിടെ മാറ്റണല്ലേ? ഇപ്പോഴാണ് കാര്യത്തിന്റെ ഗതി വീടി കിട്ടിയത്. ഹലോ, തെക്കേപ്പുരക്കൽ രാഘവൻ മകൻ സുഖു ഒന്നിങ്ങ് വരൂ, ഇങ്ങ് വരൂ. എന്താലേ നീ എന്തിനിപ്പോ എന്റെ കൊച്ചിനെ കൊഞ്ചിച്ചത്? നമ്മളെ കൊച്ചെന്ന് പറയാടാ. നീ പറയുന്നു. ബഹുവചനം വേണ്ട, ഏകവചനം മതി. കണ്ണിങ്ങനെ വെച്ചോ. ഇങ്ങനെ ചെറിയൊരു അടപ്പുണ്ട്. മൂക്കിങ്ങനെ ആക്കിയ എന്താടാ? എന്താ എന്റെ കുഴപ്പം? പൊക്കി മോനെ, പൊക്കി. എന്ത് കൃഷ്ണ എന്താടാ നിനക്ക്? ഒറിജിനൽ അച്ഛനെ കിട്ടിയടാ. എന്താ പറഞ്ഞേട്ടാ? രാഘവൻ മകൻ സുഖു ഒരു വട്ടം വരെ പിടിക്കൂ. ചെറുനേക്ക് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കും. ഞാൻ എവിടെയെങ്കിലും എന്താ? എങ്ങോട്ടെങ്കിലും പൊക്കോ, എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോ. എന്ത് കാര്യം പറയണ നീ? കാര്യം എന്തോന്ന്? നിങ്ങൾ നമ്മെ അഭിഹിതം നിന്റെ അനാവശ്യം പറയരുത്. ഇപ്പൊ നീ എന്റെ കോളറിലൊക്കെ പിടിക്കും. കാരണം ഞാൻ ചാവണം. വിളിച്ചു പറയുന്നത് എന്താ വിളിച്ചേ? എന്റെ കൃഷ്ണ, എന്റെ കൃഷ്ണ. എന്റെ എന്തോ ഒരു ധ്വനി ഇല്ലേടാ. എങ്ങനെ എങ്ങനെ? എന്റെ പെങ്ങളെ പോലെയാണ് അവളെ കണ്ടിട്ടുള്ളത്. പോലെ ഉള്ളു, പെങ്ങളല്ല. ആ പോലെയൊരു ധ്വനിയുണ്ട്. എടാ എടാ സുഖുവേട്ടാന്ന് എന്നെ വിളിക്കുന്ന എന്താ? ഇങ്ങ വരിയില്ലേ, നിങ്ങൾ പോയിന്നേ. ഇങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങൾ ജീവിക്കട, എവിടെയെങ്കിലും പോയി അല്ല പറയും. ഞാൻ ഇനിയും പറയും. എന്തോന്നാ പ്രശ്നം? എന്തോന്ന് പ്രശ്നം? ചതിച്ച് എന്നെ ചതിച്ചവള്. എന്റെ ചായ ഇല്ല കുഞ്ഞിന്. മാമൻ പറഞ്ഞില്ലേ എന്റെ ചായ ഇല്ലാന്ന്? ചായ ഇല്ല ഇവന്റെ കൊച്ച്. ഞാൻ എന്തോന്ന് പറഞ്ഞാല്? മാമൻ പറഞ്ഞില്ലേ എന്റെ ചായ ഇല്ലാന്ന്? നിന്റെ ചായ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. എന്താ മാമനാണ് പറഞ്ഞ? മാമൻ പറഞ്ഞ കൊച്ചിന് അവന്റെ ചായ ഇല്ല, പക്ഷെ നിന്റെ ചായയാണ്. നിന്നെ കണക്കില്ലേ കൊച്ചിരിക്കണേ? അവനെ കണക്കാ കൊച്ചിരിക്കണേ?
എന്തോന്ന് അല്ല മാമനല്ലേ പറഞ്ഞ ചായ ഇല്ല എന്ന് പറഞ്ഞു. എടാ ചായ ഇല്ലെന്ന് പറഞ്ഞ നിന്റെ ചായ ഇല്ല അവളെ ചായ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ത് പ്രശ്നം എന്തോന്നാണ് അല്ല അത് എന്തൊരു തെറ്റിദ്ധാരണ ഉണ്ടേ അല്ല, സുഖു തെറ്റിദ്ധാരണ ഉണ്ടേ എടാ 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 ഞാൻ അടിക്ക് ഞാൻ ഇങ്ങനെ വിടാ അവൻ വളർന്ന് ഇങ്ങനെ വിടാ അങ്ങനെ വിടാ എടാ ഇങ്ങനെ എടാ കുടുംബ കലഹം ഉണ്ടാവെന്ന് പറഞ്ഞ സംശയം കാരണമാണ് നിനക്ക് നാണമില്ലടാ നിസ്സാർ ഞാൻ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേര് ഇങ്ങനെ പടങ്ങാൻ നിനക്ക് നാണം ഉണ്ടാടാ പാവപ്പെട്ട കൊച്ച് സോറി. അവക്ക് വിഷം മക്കളെ പോ. മിണ്ടട്ടെ എന്നോട്. എടാ കുടുംബാകുമ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ നീ നേരത്തെ വല്ല അടിക്കുമല്ലോ ചെയ്താടാ ഇല്ലില്ല. അല്ല കള്ളുവെല്ലാം കുടിച്ചാൽ ഇല്ലില്ല. പ്രശ്നമാക്കണ്ട ഒരു കാര്യം നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഇപ്പൊ എന്തായാലും പിറന്നാളിന് ഇപ്പൊ നാളൊക്കെ ആൾക്കാരെല്ലാം കണ്ടു ഒരു കാര്യം ഇവരെല്ലാം പോയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിട്ട് വാ എവിടെയെങ്കിലും പോയേക്കോ ഒന്ന് കറങ്ങും ഇപ്പൊ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു പ്രശ്നമില്ല ഞാനായിട്ട് തന്നെ പരിഹരിക്കാം ഒരു 25,000 രൂപ മാമൻ അങ്ങ് തരാം മാമൻ തരുമോ? അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങുമ്പോ ഇവിടെ ആ കോപമൊക്കെ ഒന്ന് അടങ്ങും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം ഒരു കാര്യം ചെയ്യാം മാമ ഞാൻ ഇവളെ കൊണ്ട് നേരെ ഊട്ടി പോയെങ്കിൽ ഇറങ്ങിയാലോ? ഊട്ടി എടാ എവിടെ സന്തോഷത്തിനാണ് എന്റെ കുഞ്ഞു വാവ എത്രയോ പ്രാവശ്യം ഊട്ടി പോയിരിക്കുന്നത് ഊട്ടിയിൽ നിന്നും വേണ്ടേ? ഒരു കാര്യം ചെയ്യാം കൊടൈക്കനാലാക്കാം. കൊടൈക്കനാൽ ഇപ്പം നേഴ്സറി പോണ പിള്ളേർ വരും ടൂർ പോണത് ഊട്ടി കൊടൈക്കനാൽ മൂന്നാറൊക്കെയാണ് ആ സെറ്റപ്പ് വേണ്ട എന്നാ ഒരു കാര്യം ചെയ്യാം മൂന്നാറിൽ ഒരു എടാ മൂന്നാറിന്ന് പോണ്ടടാ തേയിലത്തോട്ടത്ത് എന്റെ കുഞ്ഞിനെ അവിടെ വിടേണ്ട കാര്യമില്ല അതൊക്കെ അവളെ കുറെ പ്രാവശ്യം പോയിട്ടില്ലേ പോവാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പറ ചേട്ടാ അപ്പൊ ഇവള് ഒരുവിധപ്പെട്ട എല്ലായിടത്തും പോയിട്ടുണ്ടോ? അപ്പൊ ഇനി ഞങ്ങൾ എവിടെ പോയി കറങ്ങും? ഡേയ് ഞാൻ ഈ പറയുന്നെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല ഇനി ഇവള് ഒരിടത്തും കറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് കെട്ടിച്ചത് അയ്യോ അയ്യോ ഒരു കുടുംബം കൂടെ കലക്കിയപ്പ എന്തൊരാശ്വാസം